നമുക്കിന്നൊരു ഫ്രോൺസ് വന്നിട്ടുണ്ട്. ബേസ് മോഡലായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ബേസ് മോഡലായിട്ടുള്ള വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുവിധം എല്ലാ ആക്സറീസും ഈ ഒരു വണ്ടിയിൽ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമുക്ക് എറണാകുളത്ത് നിന്നാണ്. ബ്രോ പേര് പറഞ്ഞ ബ്രോ? എൻ്റെ പേര് ആദർശ്. ആദർശല്ലേ ബ്രോ? പേര് ആരെ വണ്ടി? അപ്പോൾ ആണല്ലേ. അപ്പോൾ വീഡിയോസ് കാണാറുണ്ടോ നിങ്ങൾ? കാണാറുണ്ട്. അതുപോലെ എല്ലാ പോസിറ്റീവ് ഫീഡ്ബാക്കും റിവ്യൂസും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ട്. നമുക്ക് എറണാകുളത്ത് അത്രയും ഷോപ്പ് ഉണ്ടായിട്ട് ഇവിടെ ഓടിയെത്താൻ കാരണം അത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ആണല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണ ആക്സറീസ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ യൂട്യൂബിൽ ഇടുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന്റെ ടോപ്പ് എൻഡിൽ വരുന്ന എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു ബേസ് മോഡൽ ഫ്രോൺസിൽ നമ്മൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റിയറിംഗ്, മിറർ ഫോൾഡിംഗ്, ഫ്രണ്ട് DRL, ഒപ്പം കണക്ടിങ് LED, ആംറസ്റ്റ്. ഇതാണ് നമ്മൾ മാരുതിയുടെ സുസുക്കിയുടെ ഒറിജിനൽ ആയിട്ട് വരുന്ന ഐറ്റംസ് ഈ ഒരു ബേസ് മോഡൽ ആഡ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ 360 ഡിഗ്രി ക്യാമറ ആ ഒരു സിസ്റ്റം പ്ലസ് ക്യാമറ ചെയ്യുന്നുണ്ട്. ഒരു 4x64 ഒപ്പം തന്നെ 8 കോറും അതേപോലെ തന്നെ 4G സിം ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ചെയ്യുന്നത്. അതിൽ വേറെ പ്രത്യേകത വെച്ചാൽ 50 വാട്ട് ഔട്ട് ഉണ്ട്. നമ്മൾ ഇതിൽ ചെയ്യുന്ന സ്പീക്കേഴ്സ് മൊറേലിന്റെ പ്രീമിയം സ്പീക്കേഴ്സ് ആണ്. 90 RMS ഫ്രണ്ട് ഡോറിലും 80 RMS ബാക്കിലാണ് വരുന്നത്, കോമ്പോണന്റും കോവേക്സിലും. അപ്പോൾ ആ ഒരു പ്രീമിയം സ്പീക്കേഴ്സ് വെക്കുമ്പോൾ അത്യാവശ്യം ഔട്ട്പുട്ട് നമ്മളെ സ്റ്റീരിയോയിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി സൗണ്ട് കുറവ്, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും. പിന്നെ 360 1080 റെസൊല്യൂഷനിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നൈറ്റിലായാലും അത്യാവശ്യം നല്ല ലോ ലൈറ്റിൽ വരെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ബമ്പർ അയച്ചിട്ടുണ്ട്, സീറ്റ് അയച്ചിട്ടുണ്ട്, ഡാഷ്ബോർഡ് നിങ്ങൾ കണ്ടായിരുന്നു. ബമ്പർ അയച്ചിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രോൺസിൻ്റെ. പിന്നെ ഫ്രണ്ടിൽ ഹോൺ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹെല്ലയുടെ ഹോണാണ് ചെയ്യണേ. ഇതിലുള്ള ഹോൺ ഇത് നമ്മൾ ഊരി വെച്ചേക്കാട്ടോ. അതെന്ന് വെച്ചാൽ കണ്ടില്ലേ, കമ്പനി വരുന്ന ഹോൺ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചേക്കായിരുന്നത്. 2 ടൈപ്പ് ഉണ്ട്, ഹൈ ആൻഡ് ലോയും വരുന്നുണ്ട്. ഇതേ ടൈപ്പുള്ളതാണ് സുസുക്കിയുടെ എല്ലാ ഒരുവിധം എല്ലാ കമ്പനി വരുമ്പോൾ ഒക്കെ ഈ ടൈപ്പുള്ള ഹോണാണ് ഉണ്ടാവുക. അത് മാറ്റി നമ്മൾ ഹെല്ലയുടെ ടിൻടോൺ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിറ്റ്മെൻറ്റിലാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ബേസ് മോഡൽ വരുന്ന DRL ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നോർമൽ നമ്മൾ ആ ഒരു ഹെലോജൻ പാർക്ക് LED ഉണ്ട്, ഒപ്പം തന്നെ ഹെലോജനായിട്ട് വരുന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം മാറ്റിയിട്ട് നമ്മളിത് നമ്മളെ ടോപ്പ് എൻഡിൽ വരുന്ന DRL ആണ് ആഡ് ചെയ്യണത്. ഈ ലുക്കിലാണ് വരുന്നത് കേട്ടോ. ഉണ്ടല്ലേ, ഇതിൽ DRL ഉണ്ട്, പ്ലസ് ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഹെഡ് ലാമ്പ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. ഹെഡ് ലാമ്പ് നമ്മൾ ഫുൾ ഓപ്ഷത്തെ ആക്കാത്തെന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷൻ വരുന്നത് തീരെ വെട്ടമില്ലാത്തൊരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഹെഡ് ലാമ്പ് ആഡ് ചെയ്യാത്ത. ഈ ഒരു സംഭവം കാണാൻ അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ പ്രൊജക്ടറായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ LED ബൾബ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെട്ടം കിട്ടും കേട്ടോ. മാറ്റാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രൊജക്ടറിൽ നമ്മൾ LED ഇട്ടുണ്ട്. 200 വാട്ട് വരുന്ന 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള ഒരു വൈറ്റ് LED ബൾബ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചത് ഇതിൻ്റെ വെട്ടം കാര്യങ്ങളൊക്കെ. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഡോർ പെടി കാര്യങ്ങൾ നമ്മൾ വയറിങ് ചെയ്യാനായിട്ട് അടിച്ചേക്കാണ്. സീറ്റ് ഇതേ ഈ ലുക്കിലാണ് വന്നിട്ടുള്ള. ഇതിൽ നമ്മൾ ഒരു ബ്ലാക്കും റെഡും ഡിസൈനിലുള്ള ഒരു സീറ്റ് ചെയ്യണത്, ഡയമണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട്. എന്നിട്ടും ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് നാഫ ലെതർ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇത് സീറ്റ് കവേഴ്സിൻ്റെ ഒരു പോർഷൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു മെറ്റീരിയലാണ്. നമ്മൾ ഒരുപാട് വണ്ടികൾക്ക് ഡെയിലി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഒരുവിധം എല്ലാ വയറിങ്ങുകളും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 360യുടെ 4 സൈഡിൽ നിന്നുള്ള ആ ഒരു വയറിങ് കാര്യങ്ങളൊക്കെ ഇത് സ്റ്റീരിയോയുടെ അവിടെ നമ്മൾ സെറ്റ് ചെയ്തു. കണ്ടില്ലേ, ഈ 4 കേബിൾസാണ് നമ്മൾ 360യുടെ സ്റ്റീരിയോയുടെ ഇതിലേക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു ചെറിയൊരു കപ്ലറിലാണ് 360യുടെ ക്യാമറ കണക്ട് ചെയ്യണത്. ഒപ്പം തന്നെ ഇത് നമ്മുടെ സബ് വൂഫറൊക്കെ അതേപോലെ തന്നെ മൈക്കിൻ്റെ ഒക്കെ ഒരു കപ്ലറാണ്. പിന്നെ ഇത് നമ്മുടെ USB, അതേപോലെ 2 USB വരുന്നുണ്ട്, അതിൻ്റെ സോക്കറ്റാണ്. ഒപ്പം ഇത് നമ്മുടെ വയറ്, മെയിൻ വയറ് നമ്മളെ സ്റ്റീരിയോ ഓൺ ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സിലേക്ക് പോകണ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ് നമുക്ക് വയറൊന്നും കട്ട് ചെയ്യേണ്ട. പിന്നെ നമ്മുടെ മൊറേലിൻ്റെ സ്പീക്കേഴ്സ് ഉണ്ടല്ലേ, നമ്മൾ ആദ്യം റെയിൻ ഗാർഡ് സ്പീക്കർ വെച്ചു, അതിൻ്റെ മുകളിൽ ഫോം ഇട്ടു. പിന്നെയാണ് മൊറേലിൻ്റെ ഒരു സ്പീക്കേഴ്സ് കോമ്പൗണ്ട് സ്പീക്കേഴ്സ് ചെയ്തിട്ടുള്ളത്. എന്നാലാണ് ഈ ഒരു ഫോം ഒക്കെ വെച്ചാൽ എയർ ടൈറ്റപ്പിനായിട്ട് ഒരു സ്പീക്കേഴ്സ് വർക്ക് ചെയ്യാനാണ്. എന്നാലാണ് ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ബാസ് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ഇതേപോലെ നമ്മൾ സ്പേസറിൽ ചെയ്യുകയാണെങ്കിൽ എയർ ഉള്ളിൽ കൂടെ ഒക്കെ പോകും. അതുകൊണ്ടാണ് ടൈറ്റപ്പ് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോം ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ മിറർ ഫോൾഡിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് നമ്മൾ വലിച്ചിട്ടുള്ള വയറിങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒതുക്കാനുണ്ട് കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുകയാണ്. കണ്ടില്ലേ, ഫ്ലെക്സ് ലൂസിനൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇട്ടു. ഇതൊന്നും ഈ വയറ് മാത്രമാണ് ഈ കിറ്റിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇടുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ 360യുടെ ഈ ഒരു ലൈനാണ് ഇത്. നമുക്കിപ്പോൾ ഇവിടുത്തെ ഒതുക്കിയിട്ട് ഈ ഒരു മിററിലേക്ക് കണക്ട് ചെയ്യാൻ രീതിയിൽ ടൈ ഒക്കെ അടിച്ച് ഒതുക്കാനുണ്ട്.
അപ്പോൾ മൊറേലിൻ്റെ ആ ഒരു ട്യൂട്ടേഴ്സും ഈ ഒരു സെക്ഷനിലാണ് വരിക. അവിടെ ചെറിയൊരു പേട് നിങ്ങൾ കാണാറില്ല എപ്പോഴും മിറർ അഡ്ജസ്റ്റ് ചെയ്യണ ആ ഒരു ടൈപ്പ്. അപ്പോൾ അവിടെയാണ് ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ വരിക. ഇവിടെ ഒറിജിനലായിട്ട് വരുന്ന ആംറസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു. നോർമലായിട്ട് ഇത് ഡെമ്മി പേഡ് ഉണ്ടാവുക, അത് അയച്ചിട്ട് ഇതേപോലെ ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റിയർ AC കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. സിമ്പിളല്ല, കണക്ട് ചെയ്യാൻ പറ്റും. ഇത്തിരി പാടുണ്ട്. ഒരു ദിവസം വേണം നമുക്ക് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ആ ഒരു റിയർ AC ആക്ടിവേഷൻ ചെയ്യാനായിട്ട്. ഫോൾഡിംഗ് മിററിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് മിറർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്കിലും ഇപ്പോൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ള വർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ DRLൻ്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മളെ കണക്റ്റിംഗ് LED ഇത് ഫിറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഈ ലുക്കിലാണ് കണക്റ്റിംഗ് LED വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്പോയിലർ ഇപ്പോൾ ഫിറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇത് മെഷർമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള സ്പോയിലർ നമ്മൾ ചെയ്യുന്നത്. ഒരുവിധം എല്ലാ ഫ്രോൺസിനും ബലേനയ്ക്കും നമ്മൾ ഈ ഒരു ഐറ്റാണ് കേട്ടോ ചെയ്യണത്. ABS ക്വാളിറ്റിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സ്ക്രൂലും 3M ടൈപ്പ് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്ത് ഫിറ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DRLൻ്റെ ആ ഒരു ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ വയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഓപ്ഷൻ്റെ വയറിങ്ങും ബേസ് മോഡലിൻ്റെ വയറിങ്ങും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിപ്പ് ഇട്ടിട്ടാണ് ചെയ്യണത്. വയർ കട്ട് ചെയ്യാണ്ടിരിക്കാൻ പോലെ തന്നെ അതിൽ DRLൻ്റെ ഈ സോക്കറ്റിൽ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതന്നെ നമ്മൾ ഇതിൽ നിന്ന് സോക്കറ്റിൽ നിന്ന് ഊരിയിട്ട് ഇതിൻ്റെ പാർക്കിങ്ങും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനൊക്കെ അങ്ങനെ എടുക്കണം കേട്ടോ. സ്റ്റീറിങ് ഇത് അഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇതേപോലത്തുള്ള ബേസ് മോഡലിൻ്റെ സ്റ്റീറിങ് കാര്യങ്ങളൊക്കെ അതുമാതിരി ടോപ്പ് എൻഡിൻ്റെ ഈ ഒരു ഐറ്റം ആഡ് ചെയ്യാണ് കേട്ടോ. അതിന് വേണ്ടി ഇത് ഹോണ്ടയും എയർ ബാഗിൻ്റെ ആ ഒരു പോർഷൻ അയച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ നെറ്റ് ഊരി ഇതിൻ്റെ ക്ലോക്ക് സ്പ്രിങ്ങിൽ വയറ് വരുന്നില്ല. ആകെ നമ്മൾ എയർ ബാഗിൻ്റെയും ഹോണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അഴിച്ചു മാറ്റിയിട്ട് ഫുൾ ഓപ്ഷൻ്റെ ഇട്ടാലാണ് ഇതിൽ ബാക്കിയുള്ള കൺട്രോൾസിൻ്റെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആക്കാനുള്ള വയറിങ് കാര്യങ്ങളൊക്കെ ഉള്ള ക്ലോക്ക് സ്പ്രിങ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു സ്റ്റീരിയോയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ഒരുവിധം എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. DRLും അതേപോലെ തന്നെ ഹോണും 360യുടെ ആ ഒരു കണക്ഷനും സ്പീക്കേഴ്സ് ഫിറ്റ്മെൻറ്റും അതേപോലെ തന്നെ സ്റ്റീരിയോ പ്ലസ് സീറ്റ് കവേഴ്സ്, നമ്മുടെ കണക്റ്റിംഗ് LED, സ്പോയിലർ, മിറർ ഫോൾഡിങ്, സ്റ്റീറിങ്, ആംറസ്റ്റ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഉള്ളത് നമ്മളെ 360യുടെ അലൈൻമെൻറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. ബോണറ്റിക്ക് വയറിങ് ചെയ്യാനുള്ളത് DRLൻ്റെ കണക്ഷൻ മാത്രമാണ്. കീ ഓൺ കണക്ഷൻ ഈ ഒരു സംഭവത്തിൽ വന്നിട്ടില്ല. മുമ്പത്തെ ആ ഒരു ബേസ് മോഡലിൽ പാർക്ക് ലൈറ്റ് ഓണാക്കുമ്പോൾ ചെറിയ LED കത്തും ഇൻഡിക്കേറ്ററുള്ള ആ ഒരു പോർഷനിൽ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നായിരുന്നു. അപ്പോൾ കീ ഓൺ കണക്ഷൻ ആക്കാനായിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ഒരു വയർ വലിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വയറാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ട് കണ്ടില്ലേ. ഇത് സെപ്പറേറ്റ് നമ്മൾ വലിച്ചതാണ്. ഇതിപ്പോൾ ഇവിടെ ഒരുപാട് വയറുകളൊക്കെ നമ്മൾ എക്സ്ട്രാ വലിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണെന്ന് തോന്നില്ല. അതേപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു DRLൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് കീ ഓൺ കണക്ഷനിൽ DRLും അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് ഇടുമ്പോൾ പാർക്ക് ലൈറ്റ്, ഒപ്പം ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് DRLും പാർക്ക് ലൈറ്റും കട്ട് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ എടാ ഒന്ന് അസാട്ടെ കണ്ടില്ലേ. അസാഡ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു DRL കട്ടാവും. എന്നിട്ടാണ് അത് വർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറിയിട്ടുണ്ട്. ഒപ്പം ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് ഓണാക്കിയാണ്. ഹെഡ്ലൈറ്റ് ഓണാക്കിയതാ ഓഫ് ചെയ്തേ. ഹെഡ്ലൈറ്റ് ഓണാക്കി ഡിമ്മ് അടിച്ചേ മോഡൽ വണ്ടിയുടെ പോരായ്മ തന്നെയാണ് വെട്ടമില്ലാണ്ട് ഉള്ളതെന്നുള്ള ഒരു 55 വാട്ട് വരുന്ന ഹെഡ്ലാമ്പ് ബൾബാണ് ഉള്ളത്. അത് നമ്മളിപ്പോൾ 200 വാട്ടിൻ്റെ LED ബൾബ് ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് സെപ്പറേറ്റ് റിലൊന്നും വെക്കേണ്ട LED ആയതുകൊണ്ട് പിന്നെ ഹീറ്റ് ആവാണ്ടിരിക്കാനുള്ള ഒരു ഫാൻ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡിമ്മും ബ്രൈറ്റ് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെട്ടുണ്ടാവും. മറ്റേത് ഒട്ടും വെട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയിലും ഇവിടെ വരുന്ന വണ്ടിയൊക്കെ നമ്മൾ ഹെഡ് ലാമ്പ് മാറ്റുന്നത് 9005 ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു കോഡ് കേട്ടോ. ആ ഒരു ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സമയം ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ട്. നമ്മളെ ആ ഒരു 360യുടെ അലൈൻമെൻറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ മിറർ ഫോൾഡിങ്ങിൻ്റെ ആ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷനിൽ വരുന്ന പോലെ തന്നെ ആ ഒരു സെയിം സ്വിച്ച് തന്നെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ജോയ്സ്റ്റിക്ക് വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കീ ഓൺ ആണെങ്കിൽ മിറർ ഈ ഒരു സ്വിച്ച് ചെക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചത് ഞാൻ റിമോട്ടിലാണ് ലോക്ക് ചെയ്തത്. ഇതിപ്പോൾ ഈ ഒരു സ്വിച്ച് ചെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഫോൾഡ് ആവുന്നുണ്ട്, അൺഫോൾഡ് ആവുന്നുണ്ട്. ഓക്കെ
പിന്നെ ഇതിൽ ഇൻഡിക്കേറ്റർ കൂടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഹെല്ലയുടെ ഹോണ്ട സൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല, ജസ്റ്റ് അടിച്ച് കേൾപ്പിക്കാം. വെട്ടം കാണിക്കാനായിട്ട് റോഡിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. ബ്രൈറ്റ് അടിച്ചേ, ഡിം അടിച്ചേ, ഓഫ് ചെയ്തേ, ബ്രൈറ്റ് ഇട്ടേ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വെട്ടം. ഒട്ടും വെട്ടമില്ലാത്ത 55 വാട്ട് വരുന്ന ഒരു ബൾബായിരുന്നു. ഇത്തരത്തിലുള്ള വെട്ടത്തിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പ്രകാശത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്പോയിലർ വെച്ചിട്ടുള്ള ലുക്ക് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ഫിറ്റ്മെൻ്റാണ്, വേറെ ഇളക്ക കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഫ്രോൺസിലും ബനിയനിലൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ 360യുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ കണ്ടില്ലേ, പക്കയായിട്ട് നമ്മൾ 360 ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്, ഇത് ബാക്ക് വ്യൂ ആണ് കാണുന്നിട്ടില്ലേ. അതേപോലെ തന്നെ സൈഡ് വ്യൂ കാണാം. നമുക്ക് 3 പൊസിഷനിൽ സൈഡ് വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇത് ബേഡ് വ്യൂ ആയിട്ടുള്ള സൈഡിലെ നമ്മളെ വ്യൂ ആണ്. അതേപോലെ തന്നെ നമുക്കിത് നമ്മളെ റൈറ്റ് സൈഡ് ടയർ കാണാൻ പറ്റും, കണ്ടില്ലേ. ഈ ഒരു പൊസിഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത്, കണ്ടില്ലേ. ആ ഒരു പോർഷൻ നമുക്ക് പെട്ടെന്ന് വേണം. ഏറ്റവും കൂടുതൽ റൈറ്റ് സൈഡല്ല, ലെഫ്റ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരാറുള്ളത്, കണ്ടില്ലേ. ടയറിൻ്റെ ആ ഒരു പോർഷൻ അവിടെ എന്തൊക്കെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടുള്ള സംഭവം നമ്മളെ 3D വ്യൂ ആണ്, കണ്ടില്ലേ. അതിൻ്റെ ചുറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ രാത്രിയാണ്, അതിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം മൊത്തത്തിൽ ഇരുടാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, കണ്ടില്ലേ. പിന്നെ സ്റ്റീരിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4x64 ആണ്. അതേപോലെ തന്നെ 8 കോർ പ്രോസസ്സർ വരുന്നുണ്ട്. സിം ഇടാൻ പറ്റും, 4G സിം ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് മറ്റുള്ള സ്റ്റീരിയോയിൽ ഹോട്ട്സ്പോട്ട് കണ്ടിട്ട് നെറ്റ് കിട്ടണം, ഇതിൽ സിം ഇട്ടിട്ട് നമുക്ക് നെറ്റ് ഇടാൻ പറ്റും. ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. 360 ആഡ് ചെയ്യാം, വേണമെങ്കിൽ DVR സ്റ്റീരിയോ ആഡ് ചെയ്യാം, ക്യാമറ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ക്യാമറ ആഡ് ചെയ്യാം. സ്റ്റിയറിംഗ് കണ്ടില്ലേ, ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പാർക്ക് ലൈറ്റ്, ഇലുമിനേഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ലൈറ്റ് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്ത് പാർക്ക് ഓഫ് ചെയ്ത്, കണ്ടില്ലേ. അത് ഓണാക്കി ചെറിയ പാർക്ക് ലൈറ്റ് കമ്പനി വരുന്ന പോലെ തന്നെ നമ്മൾ ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ ഒരു ലാഗ് ഇല്ലാണ്ട് തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്തിലേക്ക് ഡയറക്റ്റ് പോയി ബാക്ക് പോയി പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ടോപ്പ് എൻഡിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ലെതർ സ്റ്റിച്ചിങ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ട്, നമുക്ക് ഓടിക്കാനും കംഫർട്ടബിൾ തന്നെ ആയിരിക്കും മറ്റുള്ള സ്റ്റീരിങ്ങിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യാമറ ഓൺ ആവും, 360 ഫുള്ളായിട്ട് ഓൺ ആകും കേട്ടോ. ബേഡ് വ്യൂ അടക്കമാണ് നമുക്ക് ഈ ഒരു സ്റ്റീരിയോ കാണിച്ചു തരിക, കണ്ടില്ലേ. റിവേഴ്സ് ഇനിയിപ്പോൾ നമ്മൾ റിവേഴ്സ് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് ഫ്രണ്ട് ക്യാമറ വരും. പെൻഡ്രൈവ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ക്വാളിറ്റിക്കായിട്ട് നമ്മളൊരു ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വന്നിട്ടുള്ള ഒരു ഡെമോ വീഡിയോ കമ്പനി തന്നെ വെച്ചിട്ടുണ്ട് എല്ലാ സ്റ്റീരിയോയിലും. അതാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൊറേലിൻ്റെ സ്പീക്കേഴ്സ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് കോമ്പോണൻറ്റും ബാക്ക് കോവേക്സിലും 90 RMS ഫ്രണ്ടിലും ബാക്ക് 80 RMS ആണ്. 14,000 നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 360 നമ്മൾ 35,000 ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ബാക്കി കുറേ ഒരു ഐറ്റംസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ ഇടാം കേട്ടോ. അപ്പോൾ മൊറേൽ അത്രയ്ക്കും പ്രീമിയം ക്വാളിറ്റി, അത്രയ്ക്കും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വോയിസ് വരുന്ന ഒരു സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇതിൽ 50 വാട്ട് ഔട്ട് ഉണ്ട്. മറ്റുള്ള സ്റ്റീരിയോൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 50 വാട്ട് ഔട്ട് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ആയിട്ട് നമുക്ക് നമ്മളെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു സോങ് എന്തെങ്കിലും വെച്ച് നിങ്ങളെ കേൾപ്പിക്കാം. കേട്ടില്ലേ, ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് ലെവൽ ക്ലാരിറ്റി ആയിട്ടുണ്ട്. അത്രയ്ക്കും നല്ല ഔട്ട്പുട്ടാണ് നമ്മളെ സ്റ്റീരിയോ ഇടുന്നത്. അതുപോലെ തന്നെ പ്രീമിയം സ്പീക്കേഴ്സ് ആയിട്ടുള്ള മൊറേല ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞു, അത്രയ്ക്കും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്പീക്കേഴ്സും സ്റ്റീരിയോയും തരുന്നത് കേട്ടോ. മറ്റുള്ള സ്റ്റീരിയോ ബേസ് 50 വാട്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കത്തിനുള്ള നമ്മളെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ. പിന്നെ 8 കോർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ് ചെയ്യണമെന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ സിമ്മിൻ്റെ കേസ് പറഞ്ഞു, സിം ഇടുകയാണെങ്കിൽ അതിന് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രക്കത്തിനുള്ള ഈ സ്റ്റീരിയോൻ്റെ കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇത് നമ്മുടെ സീറ്റ് കവേഴ്സ് ഈ ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. കാരണം വണ്ടി പോകാൻ നിൽക്കുകയാണ്. നാഫ ലെതറിൽ ഫുൾ ബ്ലാക്കിൽ റെഡ് ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം സ്കപ്പ് പ്ലേറ്റും കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ 5D മെറ്റ് ചെയ്തു, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒന്നാമത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിന് പോകാനായിട്ടുള്ള ടൈമായി. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോസും വർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വർക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഈ താഴെ കണ്ട നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന റേറ്റ് കാര്യങ്ങളൊക്കെ. ഫിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഓരോ വർക്കും ചെയ്യണത്. കാരണം പെർഫെക്റ്റായിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് അത്രത്തോളം ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഫ്രോൺസോ ബലേനോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിവിലെടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളാം നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോസും വർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ എന്തായിട്ടും ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ കാണാം കേട്ടോ.